അപ്പോഴേ പറഞ്ഞില്ലേ പോകണ്ട പോകണ്ടാന്ന്, ശൈല ടീച്ചറെ പോകണ്ട പോകണ്ടാന്ന്, ഇത് കേരളമാന്ന്. അതെ, പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. കേരളത്തിലെ ഭൂരിപക്ഷം പേരും ചിന്തിച്ചതുപോലെ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് ശൈലജ ടീച്ചറിന് ഹമാസ് ഭീകരർ വെറും ഹമാസായി മാറി. തലേ ദിവസം ഹമാസിനെ ഭീകരരെന്ന് വിശേഷിപ്പിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ 24 മണിക്കൂർ ടീച്ചർ അനുഭവിച്ച മാനസിക സമ്മർദ്ദം മറ്റൊരു വിശദീകരണ ഫേസ്ബുക്കിലൂടെ ടീച്ചർ താഴെയിറക്കി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്നലെ ഹമാസ് ഭീകരർ എന്ന പദം മനഃപൂർവ്വം ഒഴിവാക്കി ഹമാസ് എന്ന് മാത്രം ഉപയോഗിച്ച് ടീച്ചർ ഒരു വിശദീകരണ കുറിപ്പ് പുതിയതായി പോസ്റ്റ് ചെയ്തത്? ആർക്കോ വേണ്ടി വെറുതെ തിളയ്ക്കുന്ന ഒരു സാമ്പാർ പരുവത്തിൽ ആ പോസ്റ്റ് വായിക്കുന്ന ആർക്കും തോന്നുക ഇസ്രായേലാണ് ഹമാസിനേക്കാൾ ഭീകരരെന്നാണ്. അതിനാൽ ഇന്നലത്തെ ടീച്ചറിന്റെ പോസ്റ്റിന്റെ ഏകലക്ഷ്യം പകൽ പോലെ വ്യക്തമാണ്. ഇന്നലത്തെ പോസ്റ്റിൽ ഹമാസ് ഭീകരരല്ല എന്ന് പറയാതെ പറഞ്ഞ അവർ CPM എന്ന പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ സംഭവിക്കാനിരിക്കുന്ന വലിയൊരു വിള്ളലിൽ നിന്ന് ആ പാർട്ടിയെ രക്ഷിച്ചിരുന്നു. ഇതിൽ യാതൊരു അസ്വാഭാവികതയും മലയാളികൾ കാണുന്നില്ല. കാരണം പ്രബുദ്ധ കേരളം അൽകേരളത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ട് അനേക വർഷങ്ങളായി. കഴിഞ്ഞ 7 വർഷത്തിൽ അത് അതിന്റെ പൂർണ്ണരൂപം പ്രാപിക്കാനുള്ള വേഗത ത്വരിതപ്പെടുത്തിയെന്ന് മാത്രം. അക്കാര്യം പൂർണ്ണമായി മനസ്സിലാക്കി തന്നെയാണോ ശൈലജ ടീച്ചർ ആ പോസ്റ്റ് ഇട്ടത് എന്ന സംശയം ഇന്നത്തെ CPM-നെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് ബോധ്യമുള്ളവർക്ക് ഉണ്ടായിരുന്നു. അവരിൽ പലരും ടീച്ചറമ്മയെ ആ പ്രതികരണത്തിന്റെ പേരിൽ അഭിനന്ദിച്ചപ്പോഴും ആ സമ്മർദ്ദത്താൽ പറഞ്ഞത് മാറ്റി പറയുമോ എന്ന സംശയം അപ്പോൾ തന്നെ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. ശൈലജ ടീച്ചർ ഹമാസ് ഭീകരരെന്ന പദം മാറ്റാതെ ഇപ്പോഴും പഴയ പോസ്റ്റ് നിലനിർത്തുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് അവരിൽ പലരും കരുതുന്നത്. തന്റെ പോസ്റ്റ് സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നും അതിനാലാണ് തനിക്ക് പുതിയ വിശദീകരണ പോസ്റ്റ് ഇടേണ്ടി വന്നത് എന്നും ഇന്നലത്തെ പോസ്റ്റിൽ പറയുന്ന ടീച്ചർ പുതിയ പോസ്റ്റിൽ മഹാഭീകരരായി ഇസ്രായേലിനെ ചിത്രീകരിക്കുന്നത് വഴി സുഖിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണെന്ന് ഇനി വിശദീകരിക്കേണ്ടതില്ലല്ലോ. അതിനാൽ കേരളത്തിന്റെ ടീച്ചറമ്മയോട് പറയാനുള്ളത് വയ്യാത്ത പണിക്ക് ഇനിയെങ്കിലും ഇറങ്ങിത്തിരിക്കരുത് എന്നു മാത്രമാണ്. ശൈലജ ടീച്ചർ കണ്ടുവളർന്ന പഴയ CPM അല്ല ഇന്നത്തെ CPM. കേവലം അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ഏതൊരു മത തീവ്രവാദ സംഘടനയുടെയും പിന്തുണ ലഭിക്കാൻ അവരോട് മൃദു സമീപനം പുലർത്തുന്നതാണ് 2023-ലെ CPM അടവ് നയം. കണ്ടറിയാത്ത കാര്യങ്ങൾ കൊണ്ടറിയുകയെങ്കിലും വേണം. ആ പാർട്ടിയിലെ ഇതര മതസ്ഥരായ പാർട്ടി അടിമകൾ കൊണ്ടിട്ടും ഇക്കാര്യങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇനി ആരാണ് അവരെ രക്ഷിക്കുക? ഹമാസിനെ ഭീകരരെന്ന് ശൈലജ ടീച്ചർ വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി അക്കാര്യം ടീച്ചറോട് തന്നെ ചോദിക്കണം എന്നാണ്. അതായത് ഹമാസ് ഭീകരരാണ് എന്ന് തനിക്ക് അഭിപ്രായമില്ല എന്നും ഇനി ആർക്കെങ്കിലും അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ അവർ തന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നുമല്ലേ പിണറായി വിജയൻ ഉദ്ദേശിച്ചത്. ഇതിനിടയിൽ തങ്ങളുടെ അജണ്ടകൾ CPM-ൽ നടപ്പാക്കാൻ ഇസ്ലാമിസ്റ്റുകൾ തന്നെ CPM-ലേക്ക് പറഞ്ഞുവിട്ടിരിക്കുന്ന വ്യക്തിയെന്ന് പൊതുവെ എല്ലാവരും കരുതുന്ന CPM-ൽ പ്രാഥമിക അംഗത്വം പോലും ില്ലാത്ത അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കാൻ ഇനിയും തയ്യാറാകാത്ത മുൻ സിമി പ്രവർത്തകൻ KT ജലീൽ KK ശൈലജ ടീച്ചറെ തിരുത്താൻ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. അതായത് പാർട്ടി പ്രാഥമിക അംഗത്വം പോലുമില്ലാത്ത വ്യക്തി പാർട്ടിയിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായ നേതാവിനെ തിരുത്തുന്ന അപൂർവ പ്രതിഭാസം. തട്ടം വിഷയത്തിൽ സംസ്ഥാന സമിതി അംഗം അനിൽകുമാറിനെ തിരുത്തിയതും പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം എടുത്തിട്ടില്ലാത്ത ഈ മുൻ സിമിക്കാരൻ തന്നെയായിരുന്നു എന്നതും നാം കാണാതെ പോകരുത്. ഹമാസ് ഭീകരരാണെങ്കിൽ ഇസ്രായേൽ മഹാഭീകരരാണ് എന്ന് വിശേഷിപ്പിച്ച് പോസ്റ്റിട്ടാണ് ശൈലജ ടീച്ചറുടെ ഹമാസ് ഭീകരരെന്ന പ്രസ്താവന മൂലം ഹമാസിന്റെയും ഇസ്ലാമിസ്റ്റുകളുടെയും പ്രതിച്ഛായയ്ക്ക് CPM-നുള്ളിലും കേരളത്തിലെ പൊതുസമൂഹത്തിലും വന്ന ഇടിവ് KT ജലീൽ പരിഹരിച്ചത്. KT ജലീലിന്റെ പ്രസ്താവനയ്ക്ക് ശക്തി പകരാൻ അദ്ദേഹത്തിന് പിന്തുണയുമായി മാധ്യമ ചർച്ചകളിലെ കുണ്ടന്നൂർ സിംഹം സ്വരാജും രംഗത്ത് വന്നതോടെ CPM എന്ന വിപ്ലവ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് ആ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ഒരിക്കൽ കൂടി കേരള സമൂഹത്തിന് ബോധ്യമായി. ഈ പ്രസ്താവന തിരുത്താൻ കേരളത്തിൽ ബാക്കിയുള്ളത് കോൺഗ്രസ് നേതാവ് തരൂർ മാത്രമാണ്. പൊതുവെ എടുത്ത നിലപാടിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകാത്ത തരൂറെങ്കിലും ഹമാസ് ഭീകരരാണ് എന്ന തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നാണ് കേരളം ഇന്ന് ഉറ്റുനോക്കുന്നത്. പ്രബുദ്ധ കേരളത്തിൽ നിന്ന് അൽകേരളത്തിലേക്ക് കേരളം കുതിക്കുമ്പോൾ വലതുമുന്നണിയിലെങ്കിലും അല്പം പ്രതീക്ഷ നിലനിർത്തുന്നത് തരൂരിനെ പോലെയും ജയറാം രമേശിനെയും പോലെയുമുള്ള അപൂർവം ചിലർ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഹമാസിനെതിരെ എടുത്ത ഉറച്ച നിലപാടുകളാണ്. ഈ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. സമ്മർദ്ദത്താൽ അവരും മാറ്റി പറയുമോ?